ടെക്നോ പാർക്ക് ഷുഡ് ലുക്ക് ലൈക്ക് കേരള. പക്ഷെ അതിൻ്റെ അകത്ത് കയറിയ ഇറ്റ് ഷുഡ് ബി ആസ് ഗുഡ് ആസ് സം ഓഫ് ദ ബെസ്റ്റ് സെൻറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അതിൻ്റെ പടങ്ങളും എല്ലാം കൊടുത്തു. അങ്ങനെയാണ് ടെക്നോ പാർക്കിൻ്റെ ഇന്നും ടെക്നോ പാർക്കിൻ്റെ ആ പാർക്ക് സെൻറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് എനി അതർ പ്ലേസ് ഇൻ ദ വേൾഡ് ഇവൻ ടുഡേ. അപ്പോൾ അത്രത്തോളം മുന്നോട്ട് കണ്ടാണ് അതിൻ്റെ ഡിസൈനും മറ്റും ചെയ്തത്. അപ്പോൾ ആ ബിൽഡിങ്, ആദ്യത്തെ ബിൽഡിംഗ് പാർക്ക് സെൻറ്റർ, അതിനോട് ചേർന്ന് അപ്പോൾ പിന്നെ ബിൽഡിങ്ങിന് എന്ത് പേര് കൊടുക്കണമെന്നുള്ള തീരുമാനം. അങ്ങനെയാണ് കേരളത്തിലെ നദികളുടെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പമ്പ, പെരിയാർ, ഞാൻ പോകുന്നതിന് മുമ്പ് നിള. അപ്പോൾ ഒരു പഴയ ക്യാമ്പസിൽ കേരളത്തിലെ നദികളും മറ്റേ ഫേസ് 3 വന്നപ്പോഴത്തേക്ക് അവിടെ ഗംഗ, യമുന എന്നൊക്കെ കൊടുത്തു. പക്ഷെ മറ്റതെല്ലാം പമ്പ, പെരിയാർ, നിള, തേജസ്വിനി, ഭവാനി, ഗായത്രി അങ്ങനത്തെ പേരുകളാണ് പിന്നെ കൊടുത്തിരുന്നത്. അപ്പം ആ ഒരു രീതിയിലാണത് മുന്നോട്ട്. പക്ഷേ ടെക്നോ പാർക്കിൽ ഞങ്ങൾ ആദ്യത്തെ തറക്കല്ലിട്ടത് ഇ കെ നയനാർ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ ഒരു ഒറ്റ വലിയ ഫംഗ്ഷൻ ഉണ്ടായിട്ടുള്ളൂ, അതായത് ഡെഡിക്കേഷൻ ടു ദി നേഷൻ. അത് ചെയ്തത് നരസിംഹറാവു അന്നത്തെ ഒരു ഫംഗ്ഷൻ. പക്ഷെ അന്ന് ആരെയും കൂടി ഇതിനു മുമ്പ് പറയാത്തൊരു കാര്യമാണ്, ആ ഫംഗ്ഷനിൽ അന്ന് ചങ്ങനാശ്ശേരിയിൽ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നരസിംഹറാവു ട്രിവാൻഡ്രത്തേക്ക് ഹെലികോപ്റ്റർ വരുന്നത്. വളരെ ലേറ്റായിരുന്നു. അപ്പോൾ ഒരു എം പി ശ്രീനിവാസൻ കോയർ, അത് ശർമാജി ആണതിൻ്റെ ആൾ. അപ്പോൾ ശർമാജിയോട് ഞാൻ പറഞ്ഞു, ശർമാജി ഇത് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ ലേറ്റ് ആവാം, 1 മണിക്കൂറെങ്കിലും ലേറ്റ് ആവുമെന്നാണ് തോന്നണത്. അതുകൊണ്ട് ഈ വരുന്ന ഗ്രൂപ്പിനെ കൊണ്ട് നമുക്ക് ഒരു 1-1.5 മണിക്കൂറിനുള്ള പാട്ട് പാടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ശർമാജി പറഞ്ഞു കുഴപ്പമില്ല. എനിക്ക് തോന്നി അവരെ പ്രിപ്പയർ ചെയ്ത് 2-3 തവണ അവർ പാടി, വീണ്ടും പാടിപ്പോയതാണ്. പക്ഷേ ആ ഒരു ഫങ്ഷൻ വാസ് എ വെരി നല്ലൊരു ഫങ്ഷനായിരുന്നു. ആ ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ശ്രീ കെ കരുണാകരനോട് നരസിംഹറാവു പറഞ്ഞു, ഐ വോണ്ട് ടു മീറ്റ് ദ പേഴ്സൺ ഹു വാസ് ബിഹൈൻഡ് ദിസ്. അപ്പോൾ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയാണ് മിനിസ്റ്റർ, അപ്പോൾ നോട്ട് ദ മിനിസ്റ്റർ, ഐ വോണ്ട് ടു മീറ്റ് ദ പേഴ്സൺ ഹൂസ് റിയലി ഡൺ ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോൾ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇവർ കാറിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ളവരോട് യാത്ര പറഞ്ഞേക്കാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ വിളിച്ചു. DI അവിടുത്തെ SPGയുടെ ഹെഡായിരുന്നു മിസ്റ്റർ രാമചന്ദ്രൻ, പിന്നെ കൊച്ചിൻ പോർട്ടിൻ്റെ അദ്ദേഹം വന്ന് പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞു, PM വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞു, ഐ വോണ്ട് ടു മീറ്റ് യു ടുഡേ, കം ടു ദി രാജ്ഭവൻ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പാസ്സും ഇല്ല, ഒന്നുമില്ല, രാജ്ഭവൻ്റെ അടുത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാമേന്ദ്രനോട് എന്തോ പറഞ്ഞു. അങ്ങനെ മിസ്റ്റർ രാമേന്ദ്രൻ എന്നെ കൊണ്ടുപോയി വേറൊരു അംബാസഡർ കാറിൽ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട്, യൂണിഫോം അല്ല. അദ്ദേഹം പറഞ്ഞു ഒക്കൂല, ബ്ലൂ ബുക്ക് എന്നെന്തോ പറഞ്ഞു ബ്ലൂ ബുക്കൊന്നുമില്ല, PM സെഡ് ഹി വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ദാറ്റ്സ് വൈ ഐ എം സെൻഡിങ്. അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു വിൽ അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ സം ടൈം വൈ ഐ സെഡ് നോ, ബിക്കോസ് നോബഡി എൽസ് ഇസ് സപ്പോസ് ടു സിറ്റ് ഇൻ ദ കാർ, ബട്ട് PM സെഡ് സോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ ശരിക്കും PMൻ്റെ കാറിൻ്റെ തൊട്ട് പുറകില്ല. ഞങ്ങൾ ആദ്യം ഇത് 3 കാറായിട്ടാണ്, PMൻ്റെ കാർ കഴിഞ്ഞ് 3 കാർ കഴിഞ്ഞിട്ടാണ് ഇത്. അത് പോയി കഴിഞ്ഞപ്പോൾ ദിസ് കാർ ബിക്കംസ് ഡയറക്ട്ലി ബിഹൈൻഡ് ദ PM's വെഹിക്കിൾ. ഫ്രം എ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഇതിൻ്റെ അകത്ത് വേറൊരാളുണ്ട്, കുഡ് ബി ഡേഞ്ചറസ്. പക്ഷേ രാജ്ഭവനിൽ പോയി കഴിഞ്ഞ ഉടനെ മുകളിലോട്ട് വിളിച്ചിട്ട് അപ്പോൾ എനിക്കൊരു ടൈം തന്നു, പുറത്തു പോകണം. അപ്പോൾ പിന്നെ DGP ആയിരുന്നു ജേക്കബ് പുന്നൂസ് ഉണ്ട്, അദ്ദേഹം, ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് തിരികെ വരണം. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഐ വിൽ ഡ്രോപ്പ് യു ആൻഡ് ഐ വിൽ പിക്ക് യു അപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വിട്ട് ഞാൻ വീട്ടിൽ പോയി. ആ ടൈം ആയപ്പോഴത്തേക്ക് തിരികെ വന്നു. അങ്ങനെ നരസിംഹറാവുമായിട്ട് ഒരു നിയർലി 1/2 hour 45 minutes ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഹി മെറ്റ് ഓൺലി ലോറി ബേക്കർ ആൻഡ് മീ 1-on-1. മിനിസ്റ്റേഴ്സിന് വരെ ഒരുമിച്ചാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ ദോസ് ആർ ഓൾ ഹൈലൈറ്റ്സ് ഓഫ് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു കരിയറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് ദാറ്റ് സംതിങ്. കാരണം അത്രത്തോളം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വാട്ട് ക്യാൻ വി ഡു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറേ ഫണ്ടിങ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയ്ക്ക് ശ്രീ കരുണാകരൻ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു വി ക്യാൻ ടേക്ക് ഓവർ സെൻട്രൽ ഗവൺമെൻറ്. അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണെന്ന്, ശ്രീ ആൻ്റണിയാണ് CM. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വി ക്യാൻ ടേക്ക് ഓവർ ഫ്രം സെൻറ്റർ എന്ന്. അപ്പോൾ നരസിംഹറാവു നോട്ട് റിക്വയർഡ്, ലെറ്റ് ദ സ്റ്റേറ്റ് ഡു ഇറ്റ്, ബട്ട് വിൽ പ്രൊവൈഡ് വാട്ട് എവർ സപ്പോർട്ട് ഇസ് റിക്വയർഡ് എന്ന് പറഞ്ഞു. പക്ഷേ തിരികെ പോയപ്പോൾ പല കോൺട്രവേഴ്സീസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അകത്തൊരു സപ്പോർട്ട് വരായിരുന്നത്. ആ 11 പേരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഫൈനാൻസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രാമചന്ദ്രൻ ശരിക്കും KPP മെമ്പറുടെ സെക്രട്ടറി ആയിരുന്നു.
അഡ്മിനിസ്ട്രേഷനെ പറ്റിയ ഒരാൾ രാമേന്ദ്രൻ ജോയിൻ ചെയ്തു. രണ്ടാമത് വന്നത് എനിക്ക് ടെക്നിക്കലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളിന് വേണം. അങ്ങനെ എനിക്ക് കെൽട്രോണിലുള്ള കാലത്ത് പരിചയമുള്ള KG സതീഷ് കുമാർ. KG സതീഷ് കുമാർ രണ്ടാമത്, അത് ഞാൻ പോയി കഴിഞ്ഞിട്ട് CEO ആയതാണ്. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. ഞാൻ പോണ സമയത്ത്, ഞാൻ രാജിവെച്ച് മാറുന്ന സമയത്ത്, അതൊരു വേറെ സ്റ്റോറിയാണ്, പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ പറയും. KG സതീഷ് ആ സമയത്ത് പലർക്കും ഈ പോസ്റ്റ് താല്പര്യമാണ്. അങ്ങനെ ചില IPS നോക്കി. അങ്ങനെ ഞാൻ നയനാരോട് ചെന്ന് പറഞ്ഞു, ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ പകരം IPS ആരായിരുന്നു നോക്കുന്നത് പറഞ്ഞു. അപ്പോൾ നയനാർ പറഞ്ഞു, നീ ഇരുന്നിട്ട് പോലീസുകാരനെ നിർത്തേണ്ടത് ശരിയല്ല, ആരെയാണ്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറ്റുമെങ്കിൽ സതീഷിനെ ആക്കുക, ഇല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ടുവരാണ്, 2-3 മാസം ടൈം വേണം ഹാൻഡിങ് ഓവറിന് വേണ്ടിയിട്ട്. പക്ഷേ സംബഡി വാസ് എൻ ഇൻട്രസ്റ്റ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ സതീഷ് രണ്ടാമത്. അപ്പോൾ സതീഷായിരുന്നു. പിന്നെ ഉള്ളത് വാസുദേവൻ എന്ന് പറഞ്ഞിട്ട്. വാസുദേവൻ ഡൽഹിയിൽ കെൽട്രോണിൽ വർക്ക് ചെയ്തതാണ് ഞാൻ അവിടെ ഉള്ള സമയത്ത്. വളരെ നല്ല ഈ ലയസൺ വർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാളാണ് വാസുദേവൻ. ഡൽഹിയിൽ എനിക്കറിയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ലൈസൻസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വാസുദേവൻ എനിക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു രാമേന്ദ്രൻ, സതീഷ്, വാസുദേവൻ. പിന്നെ ഫിനാൻസിൽ നിന്ന് ഒരാളിനെ വേണമെന്ന്, അക്കൗണ്ട്സ്, ഒരു അക്കൗണ്ടൻ്റായിട്ട് ഒരാളിനെ വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ റാവു കസർബട എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ER&DCയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നിന്ന് ആരെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊരു, അതാണ് KC ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. ഇത്രയും പേര് ഡെപ്യൂട്ടേഷൻ. അത് കഴിഞ്ഞിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിനെ വേണം. സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് അപ്പോൾ നോക്കിയപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ ഒരാൾ ചിത്രയെ ജോയിൻ. പക്ഷേ ചിത്രയെ റിക്രൂട്ട് ചെയ്ത് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയണത് ചിത്രയുടെ ഫാദർ ഗൗരിയമ്മയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഗൗരിയമ്മ പറഞ്ഞിട്ടില്ല, അവരാരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഞാൻ ഗൗരിയമ്മയോട് ചെന്ന് പറഞ്ഞു, ഗൗരിയമ്മ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ ഒരാളിനെ ഫൈനലൈസ് ചെയ്തു, ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റൈറ്റ് പേഴ്സൺ ആണെന്ന് അറിയാം, പെൺകുട്ടിയാണ്, പക്ഷേ ഗൗരിയമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീ വിഭുകുമാറിൻ്റെ മകളാണെന്ന് പറഞ്ഞു. ഗൗരിയമ്മ പറഞ്ഞ് താൻ വിഭു എല്ലാം ഞാൻ പറഞ്ഞു, വിഭു ഒന്നും എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല, ആളിനെ തനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു, എനിക്ക് തോന്നുന്നത് എനിക്ക് ആവശ്യമുള്ള വർക്ക് ഫ്രഷാണ്, അപ്പോൾ PWDയിലൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് വേറെ പ്രോബ്ലം വരില്ല, എനിക്ക് ആളിനെ കിട്ടിയാൽ കൊള്ളാം, പക്ഷേ മിനിസ്റ്ററോട് പറയണം, കാരണം അതുകൊണ്ട് കുഴപ്പമില്ല, താൻ അങ്ങ് എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ചിത്ര. പിന്നെയുള്ള ലൈബ്രറിക്ക് ഒരാളിനെ വേണം, ഗീത എന്ന് പറഞ്ഞ ഒരാളിനെ എടുത്തു. പിന്നെ റിസപ്ഷനും ബാക്കി കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ജയ്സമ്മ എന്ന് പറഞ്ഞൊരു കുട്ടി എടുത്തു. അങ്ങനെ അവരെ 7 പേര്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന ആൾക്കാർ സതീഷ് എന്ന് പറഞ്ഞൊരു ഒരാളിനെ കുറച്ച് ബാക്കി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സതീഷ് അൺഫോർച്ചുനേറ്റ്ലി കഴക്കൂട്ടത്ത് നടക്കുന്ന ഒരു ജീപ്പ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി കുറേ കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ സതീഷ് ഉണ്ടായിരുന്നു. പിന്നെ വീരമണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ലാൻഡ് അക്വിസിഷൻ മറ്റുമായിട്ടുള്ള വീരമണി. പിന്നെ അജിത്ത് കെൽട്രോണിൽ തന്നെ ഉണ്ടായിരുന്നു, ഈ ടെക്നിക്കൽ വർക്കിനും ഈ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഈ സാറ്റലൈറ്റ് എർത്ത് സ്റ്റേഷനും മറ്റും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളപ്പോൾ അജിത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടീമാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്.